ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ തോറ്റ് നാണം കേട്ട് വീട്ടിലേക്ക് വന്ന് കയറുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് മഞ്ജുവിൻ്റെ ജാതകദോഷമാണെന്ന് പറഞ്ഞ സീമന്തിനി മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിൽ പെട്ട് നട്ടം തീരുന്നത് മേഘനാണ്. മേഘൻ പറയുന്നുണ്ട്, മാർക്കോനെ ഇറക്കാനായിട്ട് ഇന്ന് അവിടെ അഴിഞ്ഞാടിയത് ആ കണ്ണനാണെന്ന് അറിയുമ്പോൾ മഞ്ജുവിനാകെ ദേഷ്യം വരുന്ന മഞ്ജു പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവിടേക്ക് പോയി ചോദിക്കുന്നുണ്ട്, ഈ കണ്ട ഗുണ്ടകളെയും ക്രിമിനലുകളെയും രക്ഷിക്കാൻ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടതെന്ന് ഞാൻ കണ്ണേട്ടനോട് ചോദിക്കുന്നുണ്ടെന്ന് മഞ്ജു പറയുന്നുണ്ട്. അതും പറഞ്ഞ് മഞ്ജു അവിടുന്ന് പോവുകയാണ്. വീട്ടിൽ കയറി തല്ലാൻ മടിക്കാത്തവനാണ് മാർക്കോ എന്നും അതുപോലെ മേഘനാഥനെയും അതുപോലെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയാണ് സീമന്തിനിക്ക്. വാമൻ പറയുന്നുണ്ട്, അതിലൊരു സംശയവുമില്ല, അവൻ നിനക്കിട്ട് എന്തെങ്കിലും തന്നിരിക്കും, അതുകൊണ്ട് നീ വളരെയേറെ ശ്രദ്ധിക്കുമെന്ന് വാമൻ മേഘനോട് പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ കരുണയെ വിളിക്കുന്നുണ്ട്. എന്നെ ഈ അവസ്ഥയിലാക്കിയവനെയാണ് ആ കണ്ണൻ കോടതിയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നെല്ലാം പറയുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാലോ അയാളെ നിയോഗിച്ചത് കണ്ണനാണെന്നും വ്യക്തമാക്കാലോ. അതുകൊണ്ട് മോൾ ഇത് ഒരു കാരണവശാലും വിട്ടുകളയത്, വീട്ടിൽ ഇതിനെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ വേണമെന്ന് കരുണയെ ചൂടുപിടിപ്പിക്കുന്നുണ്ട് പ്രതാപൻ. ശേഷം കമലേശ്വരത്തേക്ക് തിരിച്ചെത്തുകയാണ് കണ്ണനും മഹാലക്ഷ്മിയും. ഇവരെ കാണുന്ന കരുണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെയും അമ്മാവനെയും തല്ലി ചതച്ച ആ മാർക്കോനെ അല്ലേ നിങ്ങളിപ്പോൾ കോടതിയിൽ നിന്ന് രക്ഷിച്ചു വന്നിരിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് അയാൾ ഈ കൊട്ടേഷൻ ഏർപ്പെടുത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് കരുണ കണ്ണൻ്റെ നേർക്ക് ചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. കരുണയുടെ വാക്ക് ഏറ്റുപിടിച്ച് ദുർഗയും സംസാരിക്കുമ്പോൾ, സ്വന്തം ആങ്ങളയ്ക്കും ആ പ്രതാപനിക്കും തല്ല് കിട്ടിയപ്പോൾ അമ്മയ്ക്ക് നൊന്തല്ലേ, പകരം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അരിയേക്ക് ഞാൻ പോയിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട് ദുർഗയോട്. അവർക്കിപ്പോൾ ഈ തല്ല് കിട്ടിയതിലല്ല ഞാനും മഹിയും ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടേക്ക് തിരിച്ചു വന്നതിൻ്റെ ദേഷ്യവും അമർഷവുമാണ് നിങ്ങൾക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കണ്ണൻ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഉണ്ണി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്തിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, കരുണയ്ക്ക് തോന്നിയ ആ സംശയം ഇവിടെ എല്ലാവർക്കും തോന്നിയ കാര്യമാണെന്നും നിങ്ങൾ തന്നെയാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായെന്നും ഉണ്ണി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹി പറയുന്നുണ്ട്, ഇവളുടെ അച്ഛൻ്റെയും അതുപോലെ നിന്റെ അമ്മാവൻ്റെയും പേരിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഇന്ന് ജയിലിനകത്തായിരിക്കുമെന്ന് മഹാലക്ഷ്മി പറയുന്നു. കണ്ണേട്ടൻ്റെ നല്ലൊരു മനസ്സായതുകൊണ്ടാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് മാത്രമല്ല പല കേസുകളും കുത്തിപ്പൊക്കി വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ഉണ്ണിയുടെ വായടപ്പിക്കുന്നുണ്ട്. ഇതേ സമയം അവിടേക്ക് മഞ്ജു കയറി വരുന്നുണ്ട്. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, നിങ്ങൾ മേഘേട്ടനെ തോൽപ്പിച്ചിട്ട് എന്നോടുള്ള പ്രതികാരം തീർക്കുമായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നു, അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ കൊണ്ട് തിരുത്താനൊന്നും പറ്റത്തില്ല. പിന്നെ മാർക്കോ എന്ന ആള് എന്നെയും അതുപോലെ മഹാലക്ഷ്മിയെയും ഒരേപോലെ രക്ഷിച്ച ആളാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാർക്കോനെയും രക്ഷിച്ചതെന്ന് കണ്ണൻ പറയുമ്പോൾ, വേണമെങ്കിൽ മാർക്കോന് തന്നെ ഈ വീട്ടിൽ വലിയൊരു സ്ഥാനം തന്നെ ഞാൻ കൊടുക്കും, അതിൽ ആരും എന്നോട് ചോദ്യം ചെയ്യാൻ വരേണ്ട ആവശ്യമില്ല എന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എല്ലാം കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയുടെ നേർക്ക് തിരിയുന്നുണ്ട്. ഈ മാർക്കോയുടെ കൂടെ ആയിരിക്കും ഇവൾ അന്ന് രാത്രി ഇറങ്ങി പോവാൻ നിന്നതെന്നെല്ലാം പറയുമ്പോൾ, അങ്ങനെ പോകുന്ന ഒരുത്തൻ്റെ കൂടെയാണ് നീ ഇപ്പോൾ ജീവിക്കുന്നതെന്ന് മഹാലക്ഷ്മി തിരിച്ചടിക്കുന്നുണ്ട് മഞ്ജുവിനോട്. ഇതെല്ലാം കേൾക്കുന്ന മഞ്ജു പറയുന്നുണ്ട്, എൻ്റെ മേഘേട്ടൻ അങ്ങനെ ഒരുത്തനല്ല, ഒരു പൊന്നും പണവും ഒന്നും ഇല്ലാണ്ടാണ് മേഘേട്ടൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. മേഘേട്ടനെ കുറ്റം പറയുന്ന നിങ്ങളെല്ലാവരും ഒരു നാളിൽ പശ്ചാത്തപിക്കുമെന്ന് പറഞ്ഞ് മഞ്ജു ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന മഞ്ജുവിന് അഹങ്കാരത്തിൻ്റെ തിരിച്ചടിയായിട്ട് തന്നെ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് മേഘനാഥൻ്റെയും മാനസയുടെയും ഒരു ഫോട്ടോ ആരോ അയച്ചു കൊടുക്കുകയാണ്. അത് വേറെ ആരും അല്ലായിരിക്കും, ഒന്നില്ലെങ്കിൽ മാർക്കോ പറഞ്ഞിട്ട് സാഗർ തന്നെ അയക്കുന്ന ഫോട്ടോ ആവണം. എന്തായാലും ഇത് കാണുന്നതോടെ മഞ്ജു ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ മേഘൻ്റെ ഓരോരോ ചുറ്റുകളികളും വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് തയ്യാറെടുക്കുകയാണ് നമ്മുടെ മാർക്കോയും സാഗറും. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.